Hi all, welcome back to our channel HCZH World. Yes, start ആയി baby, start ആയി. വെൽക്കം പറഞ്ഞേ. വെൽക്കം ബാക്ക് ടു പറയ്. ഇന്ന് നമ്മള് ലൂസൈലിൽ പോകാനുള്ള പരിപാടിയാണ്. ലൂസൈൽ വണ്ടർലാൻഡിലാണ് പോകുന്നത്. അപ്പൊ ഓൾറെഡി നമ്മളിപ്പോ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിള്ളേരെല്ലാം സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ റെഡിയായി ഭക്ഷണം കഴിച്ച് ഇന്ന് ശരിക്കും വീക്കെൻഡ് ആണ്. അപ്പൊ അവിടെ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് അവിടെ പോകുന്നത്. യെസ്, ഫസ്റ്റ് ടൈം ആണ് അവിടെ പോകുന്നത്. ക്യാമല എവിടെ? കോർണേഴ്സിലൂടെയാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ സാനി ക്യാമലിനെ കണ്ടിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ പ്ലാന് ലൂസൈൽ എത്താന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ലൂസൈലിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഞങ്ങളിപ്പോ സാധാരണ ഇത്ര നേരത്തെ ഇറങ്ങാറില്ല. അതുകൊണ്ട് കോർഡിനേഷൻ ഇങ്ങനെ പകൽ വെളിച്ചത്തിൽ ഞങ്ങള് കാണലില്ല അല്ലേ? അതെ അതെ, സാധാരണ കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ കാണുന്നത്. ഞാനിപ്പോ ലാസ്റ്റ് ടൈം പാസ്പോർട്ട് പുതുക്കാനങ്ങാണ്ട് ഈ വഴി പോയതാണ്. പിന്നെ അല്ലാണ്ട് പഠിത്തമൊന്നും പോയിട്ടില്ല. അതെ അതെ, പഠിത്തമൊന്നും അല്ലാണ്ട് ഇങ്ങനെ പോയിട്ടില്ല. അപ്പൊ നമ്മള് ലൂസൈലെത്തി. അതെ, നമ്മൾ ഓൾറെഡി എൻട്രൻസിലൂടെ കയറി. അവിടെ പ്രത്യേകിച്ച് ചെക്കപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിപ്പോ മെയിൻ ഗേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവിടെ ആരും ഇല്ലാത്തത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വേറെ ചെക്കപ്പ് ഉണ്ടാവും. കാരണം ഗേറ്റ് പാസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം നമുക്ക്. കാരണം നമ്മൾ ID കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തില്ല. നമ്മൾ ഡയറക്റ്റ് എൻട്രി ചെയ്തു. അവിടെ ചെറിയൊരു വണ്ടി കിടക്കണൊക്കെ നല്ല അടിപൊളി. അതെ, ശരിക്കും കോർണേഷനോട് ചേർന്നിട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. കണ്ടില്ലേ, അപ്പുറ സൈഡില് കടല്, അപ്പുറ സൈഡിലൂടെ നമ്മൾ നടന്നു കണ്ടില്ലേ. ജെയിന്റെ റൈഡിന്റെ ഒക്കെ കാണുന്നു അവിടെ. അങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കയറണം. യെസ് ബേബി, ബേബി കയ്യില് കയറണോ? ഓ, നോക്കിയാ ലൈൻ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെ, ലൈൻ ഉണ്ട് നല്ല. ഇന്ന് തേഴ്സ്ഡേ ആയ കാരണം നല്ല തിരക്കുണ്ട് ഗൈസ്. ലൈൻ നോക്കിയേ. ഞങ്ങളിത് മുജീബിനെ ഫോളോ ചെയ്തിട്ടാണ് പോണത്. ലൈൻ നിൽക്കേണ്ടി വരും പറഞ്ഞു. വണ്ടി പാർക്ക് ചെയ്യണത് വലിയൊരു യാത്ര തന്നെയായിരുന്നു. കാരണം ആക്ച്വലി ഈ വണ്ടി ഇവിടെ ഇത്രയും വലിയ പാർക്കിംഗ് ഏരിയ ഉള്ളത് അറിയില്ലായിരുന്നു. അവിടെ നമ്മൾ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് നേരെ പോകാനാണ് പറഞ്ഞത്. ശരിക്കും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ കണ്ടില്ലേ പാർക്കിംഗ് ഉണ്ടായിരുന്നു. ആ സെക്യൂരിറ്റിയുടെ റോങ് ആയ ഇൻഫർമേഷൻ കാരണം നമ്മൾ അത്രയും ലോങ് പോയത്. ഓക്കെ, നമുക്ക് എന്തായാലും അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് പോകാം. അങ്ങനെ നമ്മൾ നടന്നിട്ട് ഇതിൻ്റെ അടുത്തെത്തി. ഇനി നമുക്ക് മുജീബിനെ കൂടിയും കാണണം. കാരണം ബാക്കിയുള്ള എല്ലാവരെയും നമ്മളിവിടെ ഇറക്കിയതാ. വണ്ടി കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ. ഒരുപാട് ലൈൻ കാണുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ലൈനൊന്നും പ്രശ്നമില്ല, പെട്ടെന്ന് കയറാമെന്നാണ്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. നമ്മളിവിടെ ലൈൻ നിൽക്കണം. മുജീബും ഉണ്ട് കൂടെ. കാരണം നമുക്ക് രണ്ടാളുടെ പാസ് മുജീബിൻ്റെ ഐഡിയിലാണ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് മുജീബിനെയും കൊണ്ടാണ് വന്നത്. മുജീബാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഈ സ്ഥലത്തല്ല പാർക്ക് ചെയ്തത്. കുറേ ലോങ്ങിൽ പോയിട്ടാണ് പാർക്ക് ചെയ്തത്. ഏതോ നോ എൻട്രി കൂടെ ഒക്കെ അവൻ യൂട്ടേണൊക്കെ അടിച്ചൊക്കെ വന്നതാണ്. ഇവിടെ വന്നതിൻ്റെ പേരിൽ ഇനി ഫൈൻ വരുമെന്നുള്ളത് അതറിയില്ല. അപ്പോൾ ഓക്കെ, കാരണം ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവിടെ എത്തിയതിൻ്റെ ശേഷം നമുക്ക് ഇത് കാസ് കാണിച്ചു കൊടുക്കണം. ID കാണിച്ചു കൊടുത്തിട്ട് വേണം കാർഡ് വാങ്ങിക്കാൻ. ബാൻഡാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കാം. നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. 2 കിഡ്സ് 2 അഡൽട്ട്. നമ്മൾ ഇവിടെ നിന്നു. ബാക്കി മുജീബിൻ്റെ കൂടെ അങ്ങോട്ട് കയറി. ഓക്കെ, അപ്പം നമുക്കിനി ഇവിടെ കൗണ്ടർ വെച്ച് കയറാം. നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി. അപ്പം ചാലുവിൻ്റെ ഐഡിയ പ്രകാരം പോകുന്നത്. കാരണം ഇതിലൊക്കെ തിരക്ക് കുറവാണ് ഈ ഭാഗത്ത്. അത് പറഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് പോകുന്നത്. കാരണം ഈ വലുതിൽ ഭയങ്കര ലൈനാണ് കണ്ടത്. അപ്പം നേരെ ഇങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, നേരെ അപ്പം ഇതിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. ഓ ബേബി ഭയങ്കര ഹാപ്പി. ഓ, ചാലുവിന്റെ പ്ലാനും കൊള്ളാം. കാരണം അവിടെ ഒന്നും ഒരു മനുഷ്യനില്ല. കേറായിരിക്കും. ഏജ് ലിമിറ്റ് ഉണ്ടാവും. അതെ, വാ
കുട്ടി അവളുടെ ഇതിനുള്ളിൽ വലിയൊരു കയറവാ ഇതില് ഈ ഭാഗത്തുണ്ടല്ലോ. ഇവിടെ വന്നോണ്ട് എന്തായെന്ന് അറിയോ, അധികം തിരക്കില്ല. ഇവൾക്ക് പറ്റിയ ഒരു ചെറിയ ഡ്രൈവ് ഉണ്ടായിരുന്നു. അവിടെ കണ്ടോടെ കാറ് ഒഴുകിയില്ലേ. ഇത് സ്കാൻ ചെയ്തിട്ട് വേണം കയറാൻ. വാ, ഇതാണ് ഷൈ കോസ്റ്റർ. വാടാ. ഇവൾക്ക് 1% സീറ്റ് അലൗഡ്. അധികം അലൗഡ് ആയിരിക്കും, കാരണം അത്ര വലിയ ഇതില്ലല്ലോ. അതുകൊണ്ടടാ അത്, അതിലും കയറാം. ബാൻഡ് സ്കാൻ ചെയ്യൂ, ബാൻഡ് സ്കാൻ ചെയ്യൂ. മേലക്കൂടെ ജസ്റ്റ് ഇതിലിങ്ങനെ പോലുള്ളതാ. ചെറിയ പിള്ളേരതാണ് കേന്റെ ചെറിയ പിള്ളേരെ സാധനം. ഓ ബേബിയെ കേറാൻ വേണ്ടി പോണയോ. അയ്യോ എന്തായി സിമി? അതിലാ കേറണ്ടേട്ടാ. മക്കളെ, ആ സാധനത്തിൽ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ കാരണം ഫോൺ എടുത്തില്ല. ഞാനും ചാലും മാത്രം അതിലിരുന്നത്. ഫുള്ള് കറങ്ങിയിട്ട് വരും സാധനം. ഭയങ്കര ഒരു കറക്കം തന്നെ ആയിരുന്നു. ബാക്കി ആളുകളൊക്കെ അവിടെ ലൈൻ നിൽക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഓ, നമ്മളിറങ്ങി. മുജീബ് ജീവനോടെണ്ടാ? അപ്പൊ അത് ഭയങ്കരതാട്ടാ. അത് ഭയങ്കര കറക്കണേ. ഇത് സ്പീഡ് കുറവാ. നോക്കിയാ അത് അതേപോലെ കറങ്ങി വരും, കണ്ടില്ലേ? ആ ഓക്കെ, അത് കറങ്ങി വരും. നോക്കിയാ റൗണ്ട് ആയിട്ട് കറങ്ങി വരണ്ട. ആ അതെ, ഇതാ റൗണ്ട് അടിക്കുമ്പോ അത് നോക്ക്. ഇപ്പൊ ഇങ്ങോട്ട് തിരിയത് കണ്ടാ, തിരിയണ്ടാ. നോക്കിയ എന്ത് പറയണ്ടേ? വെയിറ്റ് നോക്കിയാണ്. അവിടെ ആളില്ലാത്ത കാരണം നിക്കേണ്ട. ചാലു, നമുക്ക് അതിലും പോണട്ടാ. ഏറ്റവും മുകളിലേക്ക് അവിടെ അവിടെ അതിനാ എന്റെ ഫോണല്ലേ എന്റെ കയ്യില്. ഹാനി പിടിച്ചോ? ഓ ഹാനി അടിച്ചു. ഹാനി പെട്ടു. ഹാനിക്ക് ചെയ്യാൻ പറ്റില്ല. വണ്ടി ഓടിക്കാൻ എങ്ങനെ? Don't pull the restraint down, please. I'll be the one closing. Just raise your hands. ഞങ്ങളാരും കേറിയിട്ടില്ല. സാനി ശാലുവിന് സ്പേസ് ഇല്ലാത്തോണ്ട് അവൻ പുറത്തിറങ്ങി. ആൾക്കാരില്ലേ അങ്ങനെയുള്ള അവരും മാറ്റിട്ട് എന്നെ കെട്ടു. അങ്ങനെ പറഞ്ഞാ Ready? അതിലില്ല. Yeah, well, let's put them down. And don't put your belts yet, okay? Don't put the belts yet. അങ്ങനെ അതിൽ നിന്ന് ഒരു വെയിറ്റ് കൂടി ഒരാളെ പുറത്തിറക്കി. ശാലുവിനെ കയറ്റി. വെയിറ്റ് കൂടുതലാണ് കണ്ടിട്ട്. അത്ര വെയിറ്റ് കൂടുതൽ തോന്നുന്നുണ്ട്. Now, let me close once again. Ready? Ready, set, go.
പേടിണ്ടായിരുന്നാ എനിക്ക് പേടിണ്ടായില്ല അതല്ലപ്പോ ഇക്കൊക്കെ കരഞ്ഞ ഞാൻ കണ്ട്. ഞാൻ കണ്ണടച്ചിരുന്നല്ലോ. കണ്ണ് തുറക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. Welcome to Lucille Winter Wonderland, presented by Qatar Airways, where excitement fills every moment. നല്ല റൈഡായിരുന്നു. ഈ സാധനം ഒന്നും എടുക്കാനുള്ളതില്ല. അത് എൻ്റെ കൂടെ വരണില്ല. ബാക്കി അവരെന്താ അവിടെ ചെയ്യണേ? ഷൂട്ട് ചെയ്യാനുള്ളതാണ്. ഈ റൈഡിൽ കയറണല്ലേ? ഈ റൈഡിൽ കയറാനാ ഇത് അതിലാ? അതെ, ആ സ്പൈഡർ നോക്കിയാ. സ്പൈഡർ നല്ല രസമുണ്ടല്ലേ? അതിലിങ്ങനെ മേലപ്പോ താഴ്ത്തു വരാം. ലൂസൽ വിന്റർ വണ്ടർലാൻഡ്. നമ്മൾ ഇതിൽ കയറാന്നുള്ള പരിപാടിയാണ്. ജെയിൻ വീൽ അതിൽ കയറാൻ വേണ്ടി. ലൈൻ എവിടുന്നാ തുടങ്ങണത്? ലൈൻ ഇവിടെ നിൽക്കൂ. ലൈനിൽ നിൽക്കൂ. ഓ, ആ ഭാഗത്താ ലൈൻ. ഓ, നമ്മളങ്ങനെ തൊട്ടടുത്തെത്തി. കൊറേ നേരം വെയിറ്റ് ചെയ്യുന്നെങ്കിലും സംഭവം അതിൽ കേറി. ഓക്കെ, മുജീബ് അതേ ഇരിക്കണം. മുജീബ് അപ്പുറത്തെ റൈഡിലാണ് പോകുന്നത്. ഓക്കെ, നമ്മള് എല്ലാവരും ഇപ്പൊ ഇതിൽ കേറി. യെസ്, വലിയൊരു ഫാസ്റ്റ് ആയിട്ടുള്ള റൈഡ് ഒന്നല്ല, എങ്കിലും ബേബിക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇതിന്റെ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും. ഖത്തർ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളായിട്ട് കാണാം. പോയി മാറ്റി തരണം ഗൈസ്. എനിക്ക് മാത്രമേ ആകെ ഒരു റൈഡ് പോയപ്പോ എന്റെ ബാൻഡ് തീർന്നെന്ന് പറഞ്ഞു. അൺലിമിറ്റഡ് റൈഡ് ഉള്ള സാധനമായിരുന്നു. അതെ. ഇനിയിപ്പോ ബാൻഡ് കൊണ്ടുപോയിട്ട് ടോപ്പ് ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ ഒക്കെ ബാൻഡ് അൺലിമിറ്റഡ് ആയി കിടക്കാണ്. അപ്പൊ എത്ര റൈഡ് വേണമെങ്കിലും വേണ്ടില്ല. ബാക്കിൽ നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബേബി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അതൊക്കെ അതില്ലേ, നമുക്കിപ്പോ ഖത്തർ ഏറെക്കുറെ ഫുള്ളായിട്ട് കാണാം. നല്ല പൊക്കത്തിലോട്ട് എത്തി. ആണോ? ആ സൈഡ് നോക്കിയേ. ഇതുണ്ടല്ലോ അവിടെ അതിനൊരു കുട്ടി പോലും ഇല്ലല്ലോ കേസില്. അവിടെ അതിന്റെ അപ്പുറത്താണ് മറ്റേ റേസിംഗ് കാർ. അത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും. ഇതില് ഈ സൈഡിലൊക്കെ ബിൽഡിങ്, ഈ സൈഡില് ബിൽഡിങ്ങുകളൊക്കെ എന്താണ്? ഓ, ഒരു അഭ്യാസികളല്ലേ അവര്. ഓ, അവിടെ ഫുഡ് കഴിക്കാതിരിക്കണവർക്ക് കാണാൻ പറ്റൂലേ അത്? നമുക്ക് ഇനി ചായ എന്റെ പാന്റ് മാറ്റിട്ട് നമുക്ക് ചായ കുടിച്ചിട്ട് പോക്കാം. അല്ല പാന്റ് ഇവിടെ ഈ വെള്ളത്തിൽ വെള്ളമല്ലല്ലോ അത് ശരിക്കും. ഞായറാഴ്ച വെള്ളമാണ്, ലൈറ്റാണ്. അതാണ് ഞാനങ്ങനെ ആടിയിട്ട് മുകളിലോട്ട് പോകുന്നത്. ഒരുപാട് റൈഡുകൾ ഉണ്ട് കണ്ടില്ലേ? അപ്പൊ അതിലൊക്കെ ഓരോന്നിലിനെ കേറിയിട്ട് നടക്കാണ് എല്ലാവരും ഭയങ്കര ബിസി എന്ന് പറഞ്ഞാല് ഭയങ്കര ബിസി. എല്ലാവരും ഒരേ ആക്ടിവിറ്റീസും കാര്യങ്ങൾക്കുമായിട്ട് ഓടി നടക്കുകയാണ്. ഫോർമുല 1ന്റെ ഇത് ലാസ്റ്റിലാണ് കിടക്കുന്നത്. അങ്ങോട്ട് പോയാൽ അറിയാം. ഫുള്ള് റൈഡുകൾ. ഇതെന്താ ശരിക്കും ഗോസ്റ്റിന്റെ എന്തോ ഇതാണത്. അതിനുള്ള ലൈൻ നോക്കിയേ. രസായിരിക്കും കാണാന്. കളറിനനുസരിച്ച് പോപ്കോൺ വാങ്ങിച്ചിട്ടാ കഴിക്കണത്. പോപ്കോൺ ഫുള്ള് ഇതിൽ വരെ എടാ, ഫുള്ള് ബേബി കളറിനനുസരിച്ചുള്ള വാങ്ങി കഴിക്കും അവര്. ലാസ്റ്റ്
ആ ഷിമി ഇതാ ഇവിടെ ഫോർമുല 1 ഇവിടെ ഇതാ അവിടെ ഫോർമുല 1 ആ സൈഡ്. ഫുഡ് കോർട്ടിൽ വന്നതാണ് ഫുഡ് കഴിക്കാന്നുള്ള പരിപാടിയിൽ. ഭയങ്കര മ്യൂസിക്, ഭയങ്കര പാട്ട് ഇല്ലേ, ഒരുപാട് ആൾക്കാർ ഫുഡ് കോർട്ടിലാണ്. ഭയങ്കര കൂടുതലാണല്ലോ. അപ്പുറത്തോ നമുക്കിവിടെ ഡിസ്കൗണ്ട് ഉണ്ട് ഇവിടെ. നമ്മളൊരു ചായ പിന്നെ ഒരു ഷവർമ ഇത് വാങ്ങിച്ചതാ 70 റിയാൽ. അപ്പൊ ചായ അവിടുന്ന് ഇത് വാങ്ങിച്ച് എന്നിട്ട് ബാക്കി ഇത് വാങ്ങിച്ചോണ്ടിരിക്കുക. എന്തായി എന്തായടാ? ഉണ്ട്. അത് കഴിഞ്ഞു. എത്ര എടുത്ത് പോ? ചായ 6 എണ്ണവും വാങ്ങിച്ചു വന്ന്. നമ്മളെ ഷവർമ എത്തിയിട്ടില്ല. ഷവർമ എത്താൻ 10 മിനിറ്റ്. രണ്ട് കൈ ഇങ്ങനെ പിടിക്കാൻ നല്ല ചൂടുള്ള ചായ. നല്ല തണുപ്പല്ലേ, അപ്പൊ ഇങ്ങനെ ചൂടുള്ള പിടിക്കാൻ നല്ല സുഖം. ചൂട് വെള്ളവും പിടിക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്. കാരണം ചൂടാണ്. അതിൽ നോക്കണ്ട എന്താ അപ്പതേ അവരവിടെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അതേ അവർ ചായ കുടി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കുറച്ച് റൈഡ് കയറിയിട്ട് പോകും. ബേബി വാട്ട് ഹാപ്പൻ ബേബി? സ്റ്റാഫുകൾ അധികമായൊക്കെ എത്തില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല അത് 3 പേരല്ലേ? 3 അല്ല, അവരോട് ചോദിക്കുന്നുണ്ട്. നമ്മളെ മുമ്പിലുള്ള അവരോട് ചോദിക്കുകയും ചെയ്തില്ലേ? ഞാൻ ഷവർമ വാങ്ങിച്ച ഇത് ഇവരെ തിരഞ്ഞു പോയപ്പോഴേക്കും ഇവര് ഷവർമയും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അത് കഴിക്കലും കഴിഞ്ഞ് ഞാൻ ഇവരെയും കാത്തിട്ട് അവിടെ നിൽക്കുക. ഇവര് പോരും എന്ന് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ട്രംപോളിനിൽ കയറാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ബേബിനെയും കൊണ്ടിതാ പോകുന്നു. ബേബിനിപ്പോ പെട്ടെന്ന് ഇറങ്ങണ കാര്യം നോക്കണ്ട, കാരണം അത്രയും തിരക്കിലായിരിക്കും ബേബി. ഇവിടെ ഗ്രാൻഡ് പ്രിക്സ് ഈ വണ്ടിയിൽ കയറാനുള്ള പരിപാടിയിലാണ്. ലൈനിലാണല്ല, വമ്പൻ ലൈനിൽ. എല്ലാവർക്കും സ്കാൻ ചെയ്തിട്ടാണ് കയറാൻ. ഓക്കെ, നമ്മളിവിടെ വന്നിട്ട് ഇർഫാൻ്റെ ഫാമിലിനെ കണ്ടതാണ്. അപ്പോൾ ഇർഫാന് ഫാമിലി, ആളുടെ മകള് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഡാർക്ക് റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് ലൈൻ നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരെയും കണ്ട് മോളിത് ഭയങ്കര കരച്ചിലായിട്ടില്ലേ? മോള് നല്ല കരച്ചിലാണ്. അപ്പോൾ അത് കാരണം ഒന്നാമത്തെ നല്ല തണുപ്പാണ് ഇവിടെ കാലാവസ്ഥ. അപ്പോൾ ആളുടെ ആ തണുപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ എത്ര മാസമായി? 11 months. അപ്പൊ അടുത്ത മാസം ബർത്ത്ഡേ. ഓക്കെ അല്ല, നമ്മള് ആ റൈഡിൽ സമയത്ത് കണ്ടിരുന്നു. നമ്മളപ്പോ ഇവിടെ അവരെല്ലാരും പോയി. നമ്മളപ്പോ ഇവിടെ തിരിച്ച് നമ്മളിവിടെ ലൈനിൽ നിൽക്കുകയാണ്.
ഓ ഹൊറർ കാണാൻ പോവാ. ഓ കണ്ണടക്കുന്ന ഏജ് ലിമിറ്റ് ഉണ്ട് അവിടെ? എന്താ റൈഡാപ്പോ നടന്നു പോണതല്ലേ? ഓ അങ്ങനെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹനി പേടിയാവും? ഓക്കെ ഓക്കെ നോക്കാം. ഞാൻ ചാലിനോട് പറഞ്ഞ ആ റൈഡിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം അത് കണ്ടില്ലേ ഏറ്റവും മുകളിലെത്തി. അതേ വന്നതായത് കണ്ട. അങ്ങനെ താഴ്ത്തു വരും, വീണ്ടും പൊക്കിക്കൊണ്ട് പോകും. ഭയങ്കര തണുപ്പ്, ഭയങ്കര ലൈനായിട്ട് ഇത്, കാരണം ഒരുപാട് ലൈനുണ്ട് ഇവിടെ. എന്നെയും ബേബിനെ അവിടെ കയറ്റിയില്ല, കാരണം ബേബിയുടെ ഹൈറ്റ് നോക്കിയപ്പോൾ ഡാർക്ക് റൈഡിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹൈറ്റ് ഒരു കുറച്ചും കൂടെ വേണം. അപ്പോൾ അത് കാരണം ഞങ്ങൾ പുറത്തായി. ബാക്കിയുള്ളവരെല്ലാവരും അതേ അവിടെ റൈഡിൽ കയറാൻ വേണ്ടി ഇരിക്കണം അല്ലേ ബേബി? യെസ്. ഓക്കെ, അപ്പോൾ അവരെല്ലാവരും ഡാർക്ക് റൈഡ് കയറിയിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാം. അവിടെ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനും ബേബി ഇവിടെ കാർഡൊക്കെ സ്വൈപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ ഇതിൽ കയറാൻ വേണ്ടി പോകണം. ബേബിയുടെ കൂടെ ഇവിടെ അഡൽറ്റിനും കൂടി കയറാം. അപ്പോൾ എനിക്കും ബേബിക്കും ഈ റൈഡാണ് നല്ലത്. ഞങ്ങൾ ഇതിൽ കയറാൻ പോവാൻ. ഞങ്ങള് ഏതാണ് ഡാർക്ക് റൈഡിൽ കയറി വന്നു. ബേബിക്ക് അതിൽ എൻട്രി കിട്ടിയില്ല, ഹൈറ്റ് കുറവായതുകൊണ്ട്. അവരുടെ ലൈൻ നിന്നിട്ട് ഫസ്റ്റ് ഇതിൽ കയറി. ഞങ്ങൾക്ക് ഇവിടെ ലൈൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കി എടുത്തു. അത് ആ സൈഡ് അത് നമ്മൾ ചെയ്യണോ? അങ്ങനെയാണോ? ഓ അല്ലാണ്ട് അവരല്ല. അവരതേ ഞങ്ങളെ കാത്ത് അവിടെ നിൽക്കുന്നു. ഞങ്ങളിതേ ഇതിനുള്ളിൽ കയറി. ബേബി സീറ്റ് ബെൽറ്റ് കിട്ടാ? ഓ സീറ്റ് ബെൽറ്റ് കിട്ടും. റൈഡ് ഇപ്പോൾ തുടങ്ങും. ഓക്കെ, ഇവിടുത്തെ ലൊക്കേഷൻ്റെ മാപ്പായി കാണണേ. ഇത്രയധികം ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ബേബി ഇപ്പോൾ അവിടെ നിന്ന് തിരയുന്നുണ്ട് ഇല്ലേ? ഒരേ റൈഡുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഫുഡ് സ്റ്റാളിൻ്റെ അതാണ് കാണുന്നത്. അങ്ങനെ ഒരേ റൈഡുകളും കാര്യങ്ങളും ഫുള്ള് അതിൻ്റെ ഇതുകളൊക്കെ എഴുതിട്ടോ, ഏതൊക്കെ റൈഡുകളാണ് ഉള്ളതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. മൊത്തം 56 റൈഡ് ഉണ്ട്. ഷിമി, ചാലു, സാനി, ഹാനി അവരിതേ കയറാൻ വേണ്ടി പോകണ ഇതിൽ. അപ്പോൾ അവർ കയറിയതിൻ്റെ ശേഷം അവരുടെ ഇത് നോക്കട്ടെ. അവർ കയറട്ടെ. അവരെല്ലാവരും കയറാൻ വേണ്ടി ലൈൻ നിൽക്കുന്നുണ്ട്. അതേ അവർ കയറാൻ പോകുന്നു. ഓ ആരൊക്കെയാണ്? ഓ ഷിമിയൊക്കെ കയറാൻ വേണ്ടി അവിടെ പോകുന്നു. ഓ ഹാനിയുടെ കൂടെ കയറിയിരുന്നു. അപ്പോൾ അവർ റൈഡ് പോകാൻ പോകുന്നു. ചാലും സാന്നിധ്യ പൊന്തി പോകുന്നു. മമ്മിയോടെ ചാലും സാനി ഫയർ സ്ലൈഡിൽ കയറാൻ വേണ്ടിയിട്ട് അവിടുന്ന് മറ്റേ മാറ്റ് വാങ്ങിക്കുക. എന്നിട്ട് നേരെ മുകളിലോട്ട് നടന്നു പോവാ. മുകളിലേക്ക് നടന്നു പോയിട്ട് അവിടെ നിന്ന് നിരങ്ങി വരണം അങ്ങോട്ട്. ഇതേ വരാൻ പോകുന്നു. ചാലു ഹാനി ഇതേ വരാൻ പോകുന്നു. 1 2 3 ഇതേ വരുന്നു.
ഹാനി ഫസ്റ്റ് എത്തി. യോ ചാലു ഭയങ്കര ഫാസ്റ്റില് വരുന്നു. ഓക്കെ റൈഡ് കഴിഞ്ഞു. ദേ വരുന്നു രണ്ടുപേരും. ചാലു ചാലു എങ്ങനെയുണ്ട്? ചാലു എങ്ങനെയുണ്ടോ? ചാലു എങ്ങനെയുണ്ട്? സൂപ്പർ. അവരുടെ അതില് കയറി. ബേബിക്ക് കയറാൻ പറ്റൂല, അപ്പൊ ഞാനും കയറണില്ല. ബാക്കി 4 ആൾ അതിൽ കയറിയിട്ടുണ്ട്. ബെൽറ്റൊക്കെ ഇട്ടു. ബസ് സ്റ്റാർട്ടാവും. നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല തണുപ്പാണ്. ബേബിക്ക് മതിയായി അല്ലേ? അതെ, ഹാനിക്ക് ഇഷ്ടായില്ല. ചാലൊരു ഇഷ്ടമായി. സൂപ്പർ സാധനം. അപ്പൊ ഹാനിക്ക് മാത്രം ഇഷ്ടപ്പെടാൻ. അതികഠിനമായ വിശപ്പ്. അപ്പോൾ ഇറങ്ങാം, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കാര്യമായിട്ട്. ഇവിടെ നിന്ന് കഴിച്ചിട്ട് വിശപ്പൊന്നും മാറിയില്ല കാരണം അത്രയും കത്തിയാണ്. നല്ല പ്രൈസാണ്. 5 റിയാലിന്റെ ഷവർമ്മയ്ക്ക് വരെ 20 റിയാൽ കൊടുക്കണം ഇവിടെ. ഇവിടെ ഈ തണുപ്പ് കാരണം കയറിയിരിക്കുക കണ്ടില്ലേ. നെക്സ്റ്റ് കയറാൻ പോണത് ഇതാണ്, വാട്ടർ സ്പ്ലാഷ്, ആർട്ടിക് സ്പ്ലാഷ്. നമ്മള് മെല്ലെ നീങ്ങി ഇവിടെ ലാസ്റ്റ് ലൈനിലെത്തി. ഒരു ഫാമിലി കൂടെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളാണ്. നമുക്ക് ഉടനെ അതിൽ കയറാം. അവരും നീങ്ങി, ഇനി അടുത്തത് നമ്മളാണ്. ഓ ആ റൈഡ് കഴിഞ്ഞിറങ്ങി. അയ്യോ വെള്ളമൊക്കെ മേലായി കണ്ടില്ലേ. അതെ അതെ അതെ, റൈഡിന്റെ സമയത്ത് ഭയങ്കര ഇതാണ്. ചാലുവിൻ്റെതോ കണ്ണടച്ചിരിക്കുന്ന സാധനം. പ്രീവിയസ് വൺ ഓക്കെ. അപ്പൊ നമ്മൾ എൻട്രൻസിന്റെ അവിടെ എത്തി. അവിടുത്തെ റൈഡ് കഴിഞ്ഞ് വന്ന്, കാരണം ഒന്ന് നനഞ്ഞു കഴിഞ്ഞ്, പ്രത്യേകിച്ച് തണുപ്പുള്ള കാലാവസ്ഥ. അപ്പൊ എല്ലാവരും ടയർഡായി. പിന്നെ ഒന്നാമത്തെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. കാരണം നമ്മൾ 4 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തിയതാണ്. അപ്പൊ ഇപ്പൊ സമയത്തായി 9:30 ആയി. 9:30. ഇനി പോവാ, ഭക്ഷണം കഴിക്കുക, അതാണ് പരിപാടി. അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ പറ.